ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിഡിലിംഗ് ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു മടക്ക് പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു വിരുന്ന് സൽക്കാരത്തിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം 2 വലിയ സവാള ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇതിപ്പോൾ സവാള നല്ല രീതിയിൽ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ചിട്ട് പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് കുരുമുളക് പൊടി എത്രത്തോളം ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 200 ഗ്രാം ചിക്കനൊക്കെ ഉണ്ടാവും കേട്ടോ. ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില കട്ടാക്കിയതും ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ മസാലകളൊന്നും ചേർക്കാത്ത ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫില്ലിംഗാണ്. ഈ ഒരു ഫില്ലിംഗ് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഫില്ലിംഗ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് 1 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ കൂടിപ്പോകരുത്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ. കൂടുതൽ ലൂസാവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയിലാവാനും പാടില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം. അതിലേക്ക് ഒന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു തവി മുഴുവനായും ഇതുപോലെ ഒന്ന് ഒഴിച്ച് ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. സാധാരണ ഒരു ദോശ ചുട്ടെടുക്കുന്നത് പോലെ കേട്ടോ. ഇനി ഒരു ദോശൻ്റെ മുകളിലായിട്ട് ഒരു സൈഡ് ഭാഗത്തായിട്ട് മാത്രം ഇതുപോലെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് സ്പാച്ചില കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ടും കൂടി കൊടുക്കണം കേട്ടോ. ഒന്ന് ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള ആ ഒരു സൈഡ് നെയ്യൊന്ന് നല്ല രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തവി മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ചുറ്റിച്ചും കൂടി കൊടുക്കണം കേട്ടോ. ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ 2 ദോശ നല്ല രീതിയിൽ ഒട്ടിക്കിട്ടണം. അതിനായിട്ട് അവിടെയൊക്കെ ഗ്യാപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇപ്പോൾ ഒഴിച്ച മാവിൻ്റെ ആ മുകളിലേക്കും ഇതുപോലെ ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം മടക്കി വെച്ച ആ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി നേരത്തെ ആക്കിയതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് നെയ്യ് നല്ല രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഭാഗത്തും ഇതുപോലെ ഒന്ന് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 6 ദോശയോളാണ് കേട്ടോ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. കൂടുതലാക്കി കൊടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് എത്രത്തോളം ആക്കാൻ പറ്റുമോ അത്രത്തോളം ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ ബ്രഷ് ചെയ്യുന്നത് നെയ്യ് വെച്ച് തന്നെ ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ. നെയ്യ് വെച്ച് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ നല്ലൊരു സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ 6 ദോശ വെച്ചിട്ടൊന്നും ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു 3 ദോശയൊക്കെ വെച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 6 ദോശ വരെ ഫുള്ളായിട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 സൈഡും നല്ല രീതിയിലൊന്ന് മൊരിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ 2 സൈഡ് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നല്ല രീതിയിൽ തന്നെ കട്ടാക്കി നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാനുള്ള മാവും ഫില്ലിങ്ങൊക്കെ ബാക്കിയുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു പീസൊക്കെ കഴിച്ച് നല്ല രീതിയിൽ തന്നെ വയറ് ഫില്ലാവും കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി സ്നാക്ക് ഡേ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.